അമ്മ അത് കൊച്ചമ്മ അതിങ്ങോട്ട് തന്നെ. എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തിനാ എല്ലാരും മനസ്സ് വിഷമിപ്പിക്കുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? എല്ലാം നിന്റെ പണിയാന്നറിയാം. ശിവാനി മോൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നിന്റെ തീരുമാനത്തിലായിരിക്കും എല്ലാം നടന്നിരിക്കുന്നത്. അതെ അച്ഛാ, നിങ്ങളെല്ലാം വിചാരിച്ചു വെച്ചിരിക്കുന്ന പോലെ എന്റെ ശിവാനിയുടെ ജീവിതം. അങ്കിൾ, ഇത്രയും നേരം നിങ്ങളൊക്കെ എന്തൊക്കെയാ പറയാന്ന് കേൾക്കാൻ വേണ്ടിട്ടാ ഞാൻ മിണ്ടാതിരുന്നത്. ഞങ്ങള് രണ്ടുപേരും ഡിവോഴ്സ് ആവാൻ പോവാണെങ്കിൽ ഇങ്ങനെ ഹണിമൂണിന് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഒരുമിച്ച് ഇങ്ങനെ താമസിക്കുമായിരുന്നോ? ഞങ്ങള് രണ്ടുപേരും ഒരുപാട് സന്തോഷത്തിലാ ഇപ്പോ. ദേ ഇങ്ങോട്ടേക്ക് നോക്കി നന്ദീശ. അപ്പൊ നമ്മുടെ ലോയർ പറഞ്ഞതൊക്കെയോ? ലോയർ എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക അല്ലേ? അപ്പോ അവര് ലോയർ ഓഫീസിൽ പോയി ഡിവോഴ്സിന് അപ്ലൈ ചെയ്തതോ? ആണോ? അതെപ്പോഴായിരുന്നു? തൃശ്ശൂരിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ എന്തിനാ ഡിവോഴ്സിന് നോക്കുന്നത്? അവൻ എപ്പോഴും എന്റേത് മാത്രം. നീ എന്താ ഒന്നും മിണ്ടാ നിൽക്കുന്നേ? അച്ഛാ, ശിവാനി പറയുന്നതൊക്കെ സത്യം തന്നെയാ. ഞങ്ങൾ ഇവിടെ വളരെയധികം സന്തോഷത്തിലുള്ളേ. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാ എല്ലാവരുടെ മുമ്പ് വെച്ചോ വെക്കണ ഫോൺ. സോറി ശിവാനി. എന്ത് സോറി? വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഉമ്മ തരാൻ നോക്കിയില്ലേ? അവരെന്തെങ്കിലുമൊക്കെ വിചാരിച്ച? സോറി. ഇനി മുതല് എല്ലാവരുടെ മുമ്പിൽ വെച്ചും തരണ്ട. ശരി. ശരിന്നോ? എന്റെ ഭർത്താവിന് ഞാൻ പറഞ്ഞതേ മനസ്സിലായിട്ടില്ല. ശിവാനി എന്താ പറഞ്ഞ? മുസ്തഫ, ഈ നാട്ടിലേക്ക് ആദ്യമായി വരുന്നവർക്ക് താമസിക്കുവാനുള്ള സ്ഥലമുണ്ടോ? ലോഡ്ജ്, റിസോർട്ട് അങ്ങനെയെല്ലാം ഉണ്ട് ഇവിടെ. അവിടെയൊക്കെ നമുക്കൊന്ന് തേടണമല്ലോ. നിങ്ങൾക്ക് ഇവിടേക്ക് എങ്ങനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും 2 ദിവസമെങ്കിലും എടുക്കും. ഞാൻ ഫോൺ ചെയ്ത് കാര്യങ്ങൾ അന്വേഷിക്കാം. അങ്ങനെ ചെയ്യുന്നത് തന്നെയാ നല്ലത്. അപ്പൊ നമുക്ക് മറ്റു സ്ഥലങ്ങളിൽ തേടാൻ സമയം കിട്ടുമല്ലോ. ഞാൻ എന്തായാലും കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. എന്നാ പൈസ ഇത്തിരി കൂടുന്നു മാത്രം. ആയിക്കോട്ടെ, കാശിന്റെ കാര്യത്തെ പറ്റി ആലോചിക്കണ്ട. ഞാൻ പറഞ്ഞ പണി ചെയ്തേ പറ്റൂ. ശരി, എന്റെ കൂടെ പോര്, അന്വേഷിക്കാം. അച്ഛാ, നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവ് കിട്ടിയോ? ഒരു തെളിവും കിട്ടിയില്ല അച്ഛാ. പക്ഷെ ഞാൻ വിചിത്രമായൊരു സ്ഥലം കാണാനിടയായി. അത് പറയാനാ വന്നത്. ഏത് സ്ഥലമാണത്? ഏതോ ഒരു സുന്ദരമായ സ്ഥലം. അവിടെ മറ്റാരെയും കണ്ടില്ല. എന്നാൽ ഒരു ശിവലിംഗം മാത്രമുണ്ടായിരുന്നു. ഞങ്ങളതിനെ നോക്കിയപ്പോൾ തന്നെ അത് ഞങ്ങളെ അങ്ങോട്ട് ആകർഷിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാ ആ സ്ഥലത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി അങ്ങയുടെ അടുത്തേക്ക് വന്നത്. ഏക ശിവലിംഗം. നാഗവനം. അതെ, നിങ്ങളാ പറഞ്ഞ സ്ഥലം നാഗവനം തന്നെയാണ്. കൊള്ളാം, നല്ല കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നാഗവനം നാഗലോകത്തുള്ളവരുടെ പവിത്രമായ സ്ഥലം തന്നെയാണ്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ആദിശേഷൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന്. ഇപ്പൊ മനസ്സിലായി. ആദിശേഷം വന്നിരിക്കുന്നത് നാഗവനത്തിലേക്ക് പോകാനാണെന്ന്. എന്നുവെച്ചാൽ നമുക്ക് നാഗവനത്തിലേക്ക് പോയാൽ അവനെ കിട്ടുമെന്നാണോ? ഉറപ്പായിട്ടും കിട്ടും. ഇപ്പോ തന്നെ ഇവിടേക്ക് പോകാം. ഒരു കാരണവശാലും അവൻ അവിടുന്ന് ജീവനോടെ പോകാൻ പാടില്ല. ആദിശേഷന്റെ ജീവൻ ഇല്ലാതാകുന്നതുവരെ എനിക്ക് സമാധാനമുണ്ടാവില്ല. ഗീരുടെ ലോകത്തുള്ളവരുടെ വൈരാഗ്യം തീർക്കാൻ സമയമായിരിക്കുന്നു. വരൂ.
എന്താ ഇവിടെ നടക്കുന്നേ? ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. അല്ല ശിവാനി, രണ്ടുപേരുടെയും മാച്ച് ആവുന്ന പോലത്തെ ഡ്രസ് ഇടാൻ പറഞ്ഞില്ലേ? നോക്കിയേ, ഇത് മാച്ചാണോന്ന്. എന്താണ് സ്പെഷ്യല്? ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം തൃശ്ശൂർ. നിന്നെ ഞാൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പോവാ. പ്രധാനപ്പെട്ട ദിവസോ? എന്താ അത്? എങ്ങോട്ടേക്കാ വിളിച്ചോണ്ട് പോകുന്നത്? നാഗവനത്തിലേക്ക്. നാഗവനോ? ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ ആ പേര് കേട്ടിട്ടേ ഇല്ല. അവിടെ എന്താ സ്പെഷ്യൽ ആയിട്ടുള്ള ശിവാനി? എന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിനെല്ലാത്തിനുള്ള ഉത്തരം കിട്ടണമെന്നാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയേ പറ്റൂ. എന്ത് ചോദ്യങ്ങള്? തൃശൂൽ, ഞാൻ നിന്റെ കൂടെ ഇങ്ങോട്ട് വന്നത് തന്നെ നിന്നെ നാഗവനത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. എന്റെ മനസ്സിൽ ആദിശേഷനെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് ഇന്ന് എനിക്ക് പരിഹാരം കണ്ടേ മതിയാകൂ. അതാണ് എന്റെ ലക്ഷ്യം. ഹലോ, നിന്നോടാ ചോദിക്കുന്നേ, നമ്മൾ എന്തിനാ അങ്ങോട്ട് പോകുന്നേന്ന്? എനിക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നിനക്കെല്ലാം മനസ്സിലാകും. കൂടെ വാ. വാ. ഒരു കാര്യം ഓർമ്മയിൽ വയ്ക്ക്. ഇന്ന് ഗരുഡലോകത്തുള്ളവർക്കും ഇച്ഛാധാരി നാഗലോകത്തുള്ളവർക്കും നേർക്ക് നേർ പ്രശ്നമുണ്ടാവുന്നതാണ്. എല്ലാവരും യുദ്ധത്തിനായി തയ്യാറാവൂ. ഞങ്ങൾ എപ്പോഴേ തയ്യാറാണ് അച്ഛാ. ഒരു തവണ ആ സർപ്പങ്ങളുടെ വാസന എന്റെ മൂക്കിൽ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഇന്നവരെ കൊല്ലാതെ ഞാൻ വെറുതെ വിടില്ല. ബേഷ് മകനെ, ആ ദേഷ്യം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആ ദേഷ്യജ്വാലയിൽ നാഗങ്ങൾക്ക് യാഗം നടത്തിയിട്ട് വരൂ. മഹാദേവ, അങ്ങയുടെ സന്നിധാനത്തിലേക്ക് തൃശൂലിനെ ഞാൻ കൊണ്ടുവരികയാണ്. എന്റെ മനസ്സിലുണ്ടായ എല്ലാ ചോദ്യങ്ങൾക്കും ഇന്ന് എനിക്ക് ഉത്തരം കിട്ടണം. ശിവാനി, ഇനി എത്ര ദൂരമുണ്ട്? നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരം ആയല്ലോ. ഇനി കുറച്ച് ദൂരേ ഉള്ളൂ. വാ, അങ്ങോട്ട് നോക്കി. അവിടെ വലിയ വലിയ മരങ്ങൾ കാണുന്നില്ലേ നീ? അതാണ് നാഗലോകത്തിന്റെ അതിർത്തി. അത് കടന്നു കഴിഞ്ഞ നാഗവനമായി. ശിവാനി, നിനക്ക് എന്തുത്തരം കിട്ടാൻ വേണ്ടി ഇപ്പൊ അവിടേക്ക് പോകുന്നേ? അവിടെ ആരോ ഉള്ളേ? നിനക്ക് എന്തുത്തരം തരുമെന്ന്? അവിടെ എന്റെ മഹാദേവനുണ്ട്. എല്ലാത്തിനും അവൻ തന്നെ എനിക്ക് ഉത്തരം നൽകും. ചോദ്യങ്ങൾ ചോദിക്കാതെ കൂടെ വാ. മഹാദേവ, നാഗവന അതിർത്തിയിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പോവുകയാണ്. വിചാരിച്ച കാര്യങ്ങൾ നടത്തി തരണേ ദൈവമേ. തൃശൂൽ, നമുക്ക് അകത്തേക്ക് പോയാലോ? ആ, വാവ് ശിവാനി, ഈ സ്ഥലം കാണാൻ എത്ര ഭംഗിയാ. നിക്ക്, ഇതൊരിക്കലും എന്റെ ലൈഫിൽ മറക്കാൻ പാടില്ല. അതുകൊണ്ട് ഇതൊന്ന് വീഡിയോ എടുക്കട്ടെ. ആ. അച്ഛ, ആ നാഗവനത്തിലേക്ക് ഇനിയും എത്ര ദൂരമുണ്ട്? നമുക്കവിടെ എത്തിച്ചേരാൻ ഇനിയും ഒരുപാട് ദൂരമുണ്ട് മകളെ. എല്ലാവരും വേഗം നടക്ക്. തൃശൂൽ, ഇതാണ് നാഗവനം.
ശിവാനി, പറ തൃശൂൽ, എന്താ തോന്നുന്നേ? ഈ സ്ഥലം ഇത് പറ തൃശൂൽ, നിന്റെ മനസ്സിലിപ്പോ എന്താ തോന്നുന്നേ? ഈ സ്ഥലം നീ മുന്നേ കണ്ടിട്ടുണ്ടോ? നിനക്ക് ഓർമ്മ വരുന്നുണ്ടോ? പറ തൃശൂൽ. എനിക്ക് ഈ സ്ഥലം ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ അമ്മേ, പാമ്പ് പാമ്പ്! ശിവാനി, പാമ്പുകൾ വരുന്നു. പേടിക്കണ തൃശൂൽ, ഇവര് നിന്നെ ഒന്നും ചെയ്യില്ല. പറ തൃശൂൽ, നിന്റെ മനസ്സിൽ എന്താ തോന്നുന്നേ? പറ. എനിക്കൊന്നും തോന്നുന്നില്ല, എനിക്ക് പേടിയാവുന്ന അത്ര തന്നെ. എന്താ ഇങ്ങനെ സംഭവിക്കുന്നേ? തൃശൂൽ എന്റെ പരീക്ഷണത്തിൽ തോറ്റു പോവുകയാണോ? ഇല്ല, മഹാദേവന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്കൊരു തീരുമാനത്തിലെത്താൻ കഴിയും. തൃശൂൽ, വാ. നാഗങ്ങൾ എന്തിനാ തടസ്സം നിൽക്കുന്നേ? തൃശൂലിനെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് തെറ്റായിപ്പോയോ? ഇവിടെയുള്ള നാഗങ്ങൾ എന്റെ മേൽ ദേഷ്യം കാണിക്കുകയാണല്ലോ. ശിവാനി, ഇത്രയും വലിയൊരു പാമ്പോ? ഞാനും ഇത് ആദ്യമായിട്ടാ കാണുന്നേ. ധൈര്യമായിട്ടിരിക്കെ തൃശൂൽ, ഒന്നും സംഭവിക്കില്ല. ഇതെന്താ ഇത്? ഈ നാഗേന്ദ്രൻ തൃശൂലിന്റെ കാലിൽ വീണ് നമസ്കരിക്കുന്നത്. ഇവനിൽ അത്രമാത്രം ശക്തി എന്താണുള്ളത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇവിടെ എന്താ നടക്കുന്നേ? ശിവാനി, എന്താ ഇതൊക്കെ? പാമ്പ് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്നെ എന്തിനാ ഇവിടേക്ക് വിളിച്ചോണ്ട് വന്നേ? എനിക്കും അതറിയില്ല. ഇതിനൊക്കെ ഉത്തരം തരേണ്ടത് മഹാദേവനാണ്. അങ്ങോട്ട് പോവാം. അച്ഛാ, നമ്മൾ കുറെ നേരമായി തേടുകയാണ്. ആ നാഗവനത്തിൽ എത്തുന്നതേയില്ല. നമ്മളിനി അങ്ങോട്ട് പോയാൽ ആ ഇച്ഛാധാരി നാഗങ്ങൾ എവിടെ ഉണ്ടായിരിക്കുവോ? ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. നമ്മളിൽ ആരെങ്കിലും ഒരാൾ പോയി ഉറപ്പുവരുത്തിയിട്ട് എല്ലാരും പോയാൽ പോരെ? മതി, അങ്ങനെ തന്നെ ചെയ്യാം. ചന്ദ്രഹാസ, ഞാൻ തന്നെ പോയിട്ട് വരാം. തൃശൂൽ, ഇതാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം, മഹാദേവൻ. മഹാദേവ, തൃശൂലിനെ അങ്ങയുടെ മുമ്പിൽ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എന്റെ മനസ്സിലുള്ള ചോദ്യങ്ങൾ
അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അതിനുള്ള ഉത്തരങ്ങൾ എനിക്കിപ്പോൾ തന്നാലും. ഈ ശിവലിംഗം ശിവാനിക്ക് എന്തുത്തരം കൊടുക്കാനാണ് സാധ്യത? ഇവിടെ എന്തേ സംഭവിക്കുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ല. തൃശൂർ, മഹാദേവനെ കൈകൂപ്പിക്കൊണ്ട് നിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞോളൂ. എല്ലാം നന്നായി വരും. ദൈവമേ, എന്നെ എന്തിനും ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നെന്ന് എനിക്കറിയില്ല. എന്നാൽ ഈ സ്ഥലം ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് വെറും തോന്നലാണോ സത്യമാണോ എന്നറിയില്ല. ശിവാനി എന്തോ ഉത്തരം തേടി വന്നിരിക്കുന്നതാ. അവൾക്ക് ആ ഉത്തരം ലഭിക്കട്ടെ ദൈവമേ. മഹാദേവ, ആദിശേഷൻ ആരാണെന്നുള്ള സംശയം വീണ്ടും എന്റെ മനസ്സിൽ ഉടലെടുത്തിരിക്കുകയാണ്. ആരാണ് എന്റെ ആദിശേഷൻ? ഞങ്ങളെ തമ്മിൽ ഒന്ന് ചേർക്കണേ. അവന്റെ നിഴലായി ഞാൻ എന്നും കൂടെ ഉണ്ടാകും. ശിവാനി എന്നെ ഇപ്പൊ പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആ പ്രണയം എങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. 7 ജന്മവും അവളുടെ കൂടെ ജീവിക്കണം. എന്റെ ആദിശേഷന്റെയും പ്രണയം ഒന്നാവണം. അതെന്നെന്നും നിലനിൽക്കുന്നതുമായിരിക്കണം. ശിവാനി, ശിവാനി, തൃശ്ശൂർ, എനിക്ക് പറ്റുന്നില്ല. ശിവാനി ഇവിടെ തന്നെ നിൽക്ക്. ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം. ഇവിടെ തന്നെ നിൽക്ക്. ഏതോ ശത്രുക്കൾ എന്റെ അടുത്ത് തന്നെ ചുറ്റിക്കറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. ജീവൻ അപകടത്തിലാണെന്ന് സൂചന ലഭിക്കുന്നു. മഹാദേവ, അച്ഛ, ചന്ദ്രഹാസൻ വരുന്നുണ്ട്. തലവ, ആ ഇച്ഛാധാരി നാഗങ്ങൾ രണ്ടും നാഗവനത്തിൽ തന്നെയുണ്ട്. ഞാൻ അവരെ കണ്ടു.